അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് സ്റ്റേ. 14 ദിവസത്തേക്കാണ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോക്നർ അഭിപ്രായപ്പെടുകയും ചെയ്തു. വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കവെയായിരുന്നു കോടതി ഇത്തരത്തിൽ നടപടിയെടുത്തത്. നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കും. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ ജന്മാവകാശ പൗരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഈ ഉത്തരവ് ഫെബ്രുവരി 20-നാണ് പ്രാബല്യത്തിൽ വരാനിരുന്നത്. അതേസമയം US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചുകൊണ്ടാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ് ജന്മാവകാശ പൗരത്വം ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ചത്. പുതിയ ഉത്തരവനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് US-ൽ പൗരത്വം ലഭിക്കില്ല. നിയമവിരുദ്ധമായി US-ൽ കഴിയുന്നവരുടെയും തൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ US-ന്റെ അധികാരപരിധിയിൽ വരില്ലെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ്. അതേസമയം ട്രംപ് ഭരണം ഏറ്റെടുത്തത് മുതൽ നിർണായകമായ ഉത്തരവുകളിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഇത്തരത്തിൽ മാറ്റങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുറത്താക്കാനുള്ള അനധികൃത കുടിയേറ്റക്കാരെ തടഞ്ഞുവയ്ക്കാൻ കൂടുതൽ തടങ്കൽ പാളയങ്ങൾ ഒരുക്കാനും ഒടുവിൽ നടപടി തുടങ്ങിയത്. 1.4 കോടി അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്ത് ഉണ്ടെന്ന് പറയുന്ന തടങ്കൽ പാളയങ്ങളിൽ 41,000 പേരെ പാർപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി മാത്രമേ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വകുപ്പിനുള്ളൂ. 1.4 ലക്ഷം പേരെ പാർപ്പിക്കാൻ ജയിലുകൾ ഒരുക്കാനായി അമേരിക്കൻ കോൺഗ്രസ് പ്രത്യേക നിയമം പാസാക്കിയിട്ടുണ്ട്. രേഖയില്ലാതെ കുടിയേറിയവരുടെ കുട്ടികളെ സൈനിക താവളങ്ങളിൽ പാർപ്പിക്കാൻ മുമ്പ് പ്രസിഡന്റായിരുന്നപ്പോൾ ട്രംപ് അനുവാദം നൽകിയിരുന്നു. അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുടെ കുത്തൊഴുക്ക് നേരിടാനുള്ള ഒരുക്കങ്ങളുമായി മെക്സിക്കോയും അമേരിക്കൻ അതിർത്തിക്കടുത്ത് വലിയ ടെന്റുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ടെക്സസിലെ എൽപാസോയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവരുന്നു. പുറത്താക്കപ്പെടുന്ന മെക്സിക്കൻ പൗരരെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരുക്കുകയാണ്. ഇങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾക്കാണ് ട്രംപ് മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി അതിർത്തിയിലേക്ക് 15,000 സൈനികരെയും ട്രംപ് അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന് സ്റ്റേ കിട്ടിയിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്നാണ് ജഡ്ജ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 14 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്.